ഇപ്പം നമ്മൾ കാണുന്നത് വയനാട് ദുരന്തഭൂമിയിൽ സർക്കാർ ചെലവഴിച്ചിട്ടുള്ള പണത്തിൻ്റെ ഒരു പോസ്റ്ററാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സർക്കാർ ചെലവഴിച്ചിരിക്കുന്ന പൈസ 91.74 കോടി മാത്രമാണ്. അത് പല കാറ്റഗറിയായിട്ട് എങ്ങനെയാണ് ആ തുക ചെലവഴിച്ചത് എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വയനാട് കളക്ടറിന് കൈമാറിയത്, ദുരന്ത ബാധിതരുടെ വീടുകൾക്ക് വാടക, ഉറ്റവർ നഷ്ടപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം, പുനരധിവാസ ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ അഡ്വാൻസ്, അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കിട്ടിയിരിക്കുന്നത് 772.11 കോടിയാണ്. ഇതുപോലെ തന്നെ നേരത്തെ പ്രളയം കേരളത്തിൽ വന്ന സമയത്ത് സർക്കാരിന് ഏകദേശം 4000 കോടി രൂപ എങ്ങാണ്ടാണ് കിട്ടിയത്. പക്ഷേ അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രയോജനം ഇല്ലാത്തതുകൊണ്ട് ചില ആളുകൾ ആ പൈസ തിരിച്ചു വെച്ച് സർക്കാർ തിരിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഈ പൈസ കെട്ടിക്കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് സർക്കാർ അത് ചിലവഴിക്കാത്തതെന്നുള്ളത് ഇന്നും ഒരു അത്ഭുതമാണ്. ഇതങ്ങനെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സമയത്ത് തന്നെ കേന്ദ്ര ഗവൺമെൻറ് അകത്തുനിന്ന് അവർക്ക് ഇനിയും കോടികൾ വേണമെന്ന് പറഞ്ഞിട്ട് അവർ കൈ നീട്ടുന്ന ഒരു ദുഷിച്ച ഒരു പ്രവണത പത്രങ്ങളിലൂടെ കണ്ടിരുന്നു. അപ്പോൾ കിട്ടിയ പൈസ എന്തുകൊണ്ട് ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. വയനാട്ടിലെ ഒരുപാട് ജനങ്ങൾക്ക് സർക്കാർ വാടക കൊടുക്കാൻ അവരെ സഹായിക്കുന്നുണ്ട്, പല രീതിയിലും സഹായിക്കുന്നുണ്ട്. അവിടുത്തെ പദ്ധതികൾക്കൊക്കെ സർക്കാർ പൈസ ഇറക്കുന്നുണ്ട്. പക്ഷേ ടൗൺഷിപ്പ് എന്തുകൊണ്ട് പണിയുന്നില്ല? ഈ കിട്ടിയിരിക്കുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് ടൗൺഷിപ്പ് പണിയുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പുതിയ സ്ഥലം വാങ്ങേണ്ടതായിട്ടുണ്ട്, ടൗൺഷിപ്പ് പണിയേണ്ടതായിട്ടുണ്ട്. ഇതിങ്ങനെ ജനങ്ങൾക്ക് പണിഞ്ഞു കൊടുക്കാത്തിടത്തോളം സമയം ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള വിശ്വാസ്യത കുറഞ്ഞു വരികയാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ജനങ്ങൾ കൊടുത്തിരിക്കുന്ന പൈസ, ഇത് ജനങ്ങൾ അധ്വാനിച്ചിരിക്കുന്ന പൈസയാണ് സർക്കാരിന് കൊടുത്തിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക്. അത് ആകാശത്ത് നിന്ന് വന്ന പൈസയല്ല, അത് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. ഇതുപോലെ തന്നെ പ്രളയക്കെടുതികളൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് സർക്കാർ കൈ നീട്ടുമ്പോൾ ജനങ്ങളിങ്ങനെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സർക്കാർ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. വയനാട്ടിലുള്ള ജനങ്ങൾക്ക് ചെയ്യാനുള്ള ടൗൺഷിപ്പ് ഒന്നും ചെയ്തിട്ടില്ല. പ്രളയക്കെടുതികൾ വന്ന സമയത്ത് സർക്കാർ വാങ്ങിച്ചിരിക്കുന്ന 4000 കോടി രൂപ കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. അത് പാലം പണിയാൻ ഒക്കെ ഒരുപാട് ആവശ്യകതകൾ ഉണ്ടായിരുന്നു. അത് സർക്കാരിൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇത് ഒരു തട്ടിപ്പാണ്, സാമ്പത്തിക തട്ടിപ്പാണ്. കാരണം വാങ്ങിച്ച പൈസ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നില്ല എന്ന് വരികിൽ അത് വലിയൊരു ദുഃഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് സർക്കാർ ആ പൈസ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഇന്നും ഒരു ദുരൂഹതയാണ്.